ഒഴിയാനാണ് ഇവരോട് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിക്കാൻ സാധ്യതയുള്ളത്. താല്പര്യമുള്ളവർ ഒഴിയണമെന്ന് ഇപ്പോൾ തന്നെ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. കോഴിക്കോട് താമരശ്ശേരിയിലെ വിദ്യാർത്ഥിയായിരുന്ന ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് +1 പ്രവേശനം നൽകിയതിനെതിരെ പുതുപ്പാടി MGM ഹയർ സെക്കൻഡറി സ്കൂളിൽ MSF പ്രവർത്തകരും KSU പ്രവർത്തകരും കോടതി ഉത്തരവിനെതിരെ പ്രതിഷേധിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. കോടതിയുടെ ഉത്തരവനുസരിച്ച് ഈയൊരു പ്രവേശനം നടത്തിയത് നിഷേധാത്മകമാണ് എന്നും അത് തിരുത്തണമെന്നുമാണ് പ്രവർത്തകർ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ 4 ആൾക്കാർ പോയി പ്രിൻസിപ്പളെ കണ്ടുവരൂലേ? അന്തിയുറങ്ങും ഷഹബാസേ, നിങ്ങൾക്കായി പൊരുതുന്നു. വിവരങ്ങളുമായി അബിന പി ചിറക്കൽ ചേരുന്നു. എത്ര നേരം ഈ പ്രതിഷേധം തുടർന്നു? അതിനുശേഷം അവർ പിരിഞ്ഞുപോയോ? തീർച്ചയായും MS 2 മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ പ്രിൻസിപ്പാളിനെ കാണണമെന്നും എന്നൊരു കാര്യം മാത്രമായിരുന്നു KSUയുടെയും അതുപോലെ തന്നെ MSFന്റെയും ആവശ്യം. ഏതായാലും അവരുടെ ആവശ്യാർത്ഥം പ്രിൻസിപ്പൽ ഇൻചാർജിനെ കാണുകയും കാര്യങ്ങളെല്ലാം തന്നെ രേഖാർത്ഥം എഴുതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി PTA മീറ്റിംഗും കൂടി ചേർന്നതിന് ശേഷം മാത്രമേ ഇതിലൊരു തീരുമാനമുണ്ടാകൂ എന്നുള്ളതാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് രക്ഷിതാക്കൾക്കും അതോടൊപ്പം തന്നെ ഈ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഈ ഉറപ്പ് നൽകിയതിനു ശേഷം മാത്രമാണ് സ്കൂളിൽ നിന്നും പ്രവർത്തകർ MSFും അതുപോലെ തന്നെ KSU പ്രവർത്തകരെല്ലാം തന്നെ സ്കൂളിൽ നിന്നും വിട്ടു പോയിട്ടുള്ളത്. നേരത്തെ കോടതിയുടെ ഉത്തരവിനെ അതിലംഘിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ ഇവരെ പ്രവേശനം നിഷേധിച്ച് പുറത്താക്കണമെന്നാണോ? അങ്ങനെ കഴിയുമോ? അതായത് KSU ഈ കേസിൽ പ്രധാനമായും പറയുന്നത് ഇനി അപ്പീൽ പോകും, ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകും എന്നൊരു കാര്യം കൂടെ ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായും KSU പറയുന്ന മറ്റു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങൾ ഇപ്പോൾ രക്ഷിതാക്കൾക്കൊപ്പമാണ് നിൽക്കുന്നത്, രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് തങ്ങൾ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാണ് KSUവിന്റെ ഭാഗം. അതോടൊപ്പം തന്നെ KSU ഇതിൽ അപ്പീൽ പോകുമെന്നാണോ പറഞ്ഞിട്ടുള്ളത്? KSU സ്വന്തം നിലയ്ക്ക് തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാണ് അവർ പറയുന്നത്. അപ്പീൽ പോവുകയാണെങ്കിൽ കോടതിയാണല്ലോ സമീപിക്കേണ്ടത്. അവരുടെ വിശദീകരണം തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ ഈ KSU പ്രവർത്തകരോടക്കം ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യവും. അതിൽ നിന്നും ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് ഒരു പക്ഷേ അപ്പീൽ പോകും. അതേസമയം ഇപ്പോൾ ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കാൻ യാതൊരു തരത്തിലും അനുവാദം നൽകില്ല, ഇത് രക്ഷിതാക്കളുടെ അടക്കം തീരുമാനമാണ്, രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് തങ്ങളിപ്പോൾ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതായിരുന്നു KSU പ്രവർത്തകരടക്കം ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് വീണ്ടും ഇത്തരത്തിൽ MGM ഹയർ സെക്കൻഡറി സ്കൂൾ ഈങ്ങാപ്പുഴ താമരശ്ശേരിയിലെ ഈങ്ങാപ്പുഴ സ്കൂളിലേക്ക് എത്തി ഈ ഒരു വലിയൊരു പ്രതിഷേധം MSFന്റെയും KSUവിന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ നമ്മൾ രക്ഷിതാക്കളടക്കം ഇതിൽ പ്രതിഷേധിച്ച ദൃശ്യങ്ങളും നമ്മൾ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ രക്ഷിതാക്കൾ പറഞ്ഞതും ഇത് തന്നെയാണ്. ഈ കുറ്റവാളികൾ പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ കുട്ടികളെ പറഞ്ഞയക്കുക എന്ന കാര്യം രക്ഷിതാക്കൾ അടക്കം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു പ്രവർത്തകർ KSUവും MSFും ഇപ്പോൾ ഈ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ ഈ പ്രിൻസിപ്പലിനടക്കം കാണുകയും പ്രിൻസിപ്പൽ ഈ വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് പുറത്താക്കണം എന്ന കാര്യങ്ങളായിരുന്നു പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇവരുടെ ഒരു പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് പ്രിൻസിപ്പൽ ഇൻചാർജ് ഈ കാര്യങ്ങൾ തന്നെ സംസാരിക്കും. ഇനി PTA മീറ്റിംഗ് ചേർന്നതിന് ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുള്ളതാണ് പ്രിൻസിപ്പൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇത് അറിയിച്ചതിന് ശേഷം മാത്രമാണ് ഈ പ്രവർത്തകരെല്ലാവരും തന്നെ സ്കൂളിൽ നിന്നും വിട്ടു നിൽക്കുകയും അതോടൊപ്പം തന്നെ താൽക്കാലികമായി ഈ ഒരു പ്രതിഷേധം അവസാനിപ്പിക്കുകയും ചെയ്തത്. MS ശരി. കോഴിക്കോട് താമരശ്ശേരിയിലെ വിദ്യാർത്ഥിയായിരുന്ന ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനം നൽകിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ പുതുപ്പാടി MGM ഹയർ സെക്കൻഡറി സ്കൂളിൽ MSF KSU പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഈ വിദ്യാർത്ഥികളെ ഇവിടെ പഠിക്കാൻ അനുവദിക്കില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ആ KSU ഒപ്പം തന്നെ MSF പ്രവർത്തകരുടെ പ്രതിഷേധത്തിൽ ചില രക്ഷിതാക്കൾ കൂടി പങ്കെടുക്കുകയും ചെയ്തു. അബിന പി ചിറക്കലാണ് വിവരങ്ങൾ നൽകിയത്. മണിപ്പൂരിൽ സുരക്ഷാ സേനയുടെ വെടിവെപ്പിൽ കുക്കി വിഭാഗത്തിലെ ഒരു വനിത കൊല്ലപ്പെട്ടു. ചുരാചന്ദ്പൂർ ജില്ലയിലെ ചിങ്ഫൈ ഗ്രാമത്തിലായിരുന്നു വെടിവെപ്പ്.